ആത്മഹത്യ ചെയ്ത യൂട്യൂബർ ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്തും മരിച്ച നിലയിൽ. കാസർഗോഡ് ചൌക്കി സ്വദേശി സന്ദേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് മോർച്ചറിയിൽ ഉണ്ടായിരുന്നത് എണ്ണാൻ പറ്റുന്ന കുറച്ച് മനുഷ്യർ മാത്രമായിരുന്നു. വഴി തെറ്റിയ ജീവിതം എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലാണ് പോലീസ് ഇതിനെ പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഈ ആൺ സുഹൃത്തുമായി വലിയ തോതിലുള്ള വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അയൽവാസികൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആൺ സുഹൃത്തിനെ വലിയ തോതിൽ ആദ്യം തന്നെ സംശയിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലീസ് വിശദമായ ഒരു പരിശോധന സന്ദേശിന്റെ മുറിയിലും മറ്റും നടത്തുന്നുണ്ട്. എനിക്ക് അത്രയും പ്രിയപ്പെട്ടിട്ടുള്ള ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് എന്നെ വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുത്തിയിരുന്നിട്ട് ചിന്തിച്ചിട്ട് പാട്ട് എഴുതണം. ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റ് സൗഹൃദങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സൗഹൃദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ചിന്നു പാപ്പു എന്ന രേഷ്മയും സന്ദേശും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അതായത് ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത്. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ചിന്നു പാപ്പുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ചിന്നു പാപ്പുവിൻ്റെ ആൺ സുഹൃത്തും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ പോലീസ് പറയുന്നത് ചിന്നു പാപ്പുവിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം മൂലമാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. കാരണം ചിന്നു പാപ്പുവിൻ്റെ ആൺ സുഹൃത്തായ സന്ദേശിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ആൺ സുഹൃത്തായ സന്ദേശം കടുത്ത മാനസിക സംഘർഷത്തിന് അടിമയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്താണ് ഇവർക്ക് ഇത്ര കടുത്ത മാനസിക സംഘർഷം? എന്താണ് അതിന് കാരണം? അതാ ചിന്നു പാപ്പുവിൻ്റെ കുടുംബം ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പോലീസ് തന്നെ ചിന്നു പാപ്പുവിൻ്റെ കേസിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മുൻ ഭർത്താവ് കല്യാണം കഴിച്ച ഒരു സ്ത്രീയുമായിട്ട് ഒളിച്ചോടിപ്പോയതിൻ്റെ ഫലമായിട്ടുണ്ടായ മാനസിക സമ്മർദ്ദം, ആ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്രയും കടുത്ത മാനസിക സമ്മർദ്ദമുള്ളൊരു വ്യക്തി, അതും ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിൻ്റെ ഫലമായിട്ട് മറ്റൊരാളെ തേടി പോകുമോ? ഈ സന്ദേശ് എന്ന് പറയുന്ന വ്യക്തി ഈ ചിന്നു പാപ്പുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ താമസം. അവർ തമ്മിൽ ഒരുമിച്ച് താമസമായിട്ട് കുറേ നാളുകളായി. അങ്ങനെയാണെങ്കിൽ ഇത്രയും കടുത്ത മാനസിക സമ്മർദ്ദമുള്ള ഒരാൾ പുതിയൊരാളെ തേടി പോകുമോ? എന്നിട്ടും പഴയ കാര്യങ്ങൾ ആലോചിച്ചു കടുത്ത മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവരുടെ പല റീസെൻ്റ് ആയിട്ടുള്ള വ്ളോഗുകൾ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് നല്ല സന്തോഷത്തിലാണ് ആ വ്ളോഗുകളെല്ലാം ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇവരുടെ രണ്ടിൻ്റെയും കടുത്ത മാനസിക സമ്മർദ്ദത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അവിടെ പലരും പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്, തലേ ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും കേട്ടിരുന്നു എന്ന്. അതുപോലെ തന്നെ ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്തതിന് 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിന് പോയി? അപ്പോൾ ആ വീട്ടിൽ ആത്മഹത്യയ്ക്ക് മുമ്പ് എന്തെങ്കിലും സംഘർഷങ്ങൾ നടന്നിരുന്നോ? ഇവിടെ പോലീസ് തന്നെ പലപ്പോഴും പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്, തെറ്റായ രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ, നിരവധി ആൺ സുഹൃത്തുക്കൾ, അതവരുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് തന്നെ അത് തുറന്നു പറയുന്നില്ല എന്ന്. പക്ഷേ അത് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആൺ സുഹൃത്തും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അവിടെയൊക്കെ എന്താണ് കാരണമെന്ന് ആ കുടുംബം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ചിന്നു പാപ്പുവിൻ്റെ കുട്ടി ചിന്നു പാപ്പുവിനോടൊപ്പമല്ല താമസിക്കുന്നത്. അതും അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് ആക്കിയിട്ട് പോയിരിക്കുന്നത്. മുൻ ഭർത്താവ് ഉരിഞ്ഞതിൽ ഇത്രയും കടുത്ത മാനസിക സംഘർഷമുള്ള ഒരാൾ കുട്ടിയെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താക്കി പുതിയൊരു ആൺ സുഹൃത്തുമായി പോയി താമസിക്കുകയും അതിനുശേഷം ആത്മഹത്യ ചെയ്യുമ്പോൾ ആ പഴയ ബന്ധത്തെ ഓർത്താണ് മാനസിക സമ്മർദ്ദം ഉണ്ടായതെന്ന് പറയുകയാണെങ്കിൽ അത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പലർക്കും കഴിയത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ആൺ സുഹൃത്തും ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആദ്യം വാർത്തകളിൽ എന്താണ് പറയുന്നത് കൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ രേഷ്മ എന്ന് പറയുന്ന ചിന്നു പാപ്പുവിനെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ ആൺ സുഹൃത്തു കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഞ്ഞിപ്പാടിയിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സന്ദേശിനെ കണ്ടെത്തിയത്. തിങ്കളാഴ്ചയാണ് ഇൻഫ്ലുവൻസറായ ചിന്നു പാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്ത നിലയിൽ ഉളിയത്തൊടുക്ക ക്വാർട്ടേഴ്സിൽ കാണപ്പെട്ടത്. അവിടെ ഈ സന്ദേശും അതുപോലെ തന്നെ ഈ രേഷ്മയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി താമസിച്ചിരുന്നത്. വ്ളോഗറായിട്ടുള്ള ചിന്നു പാപ്പുവിന്റെ മരണത്തിന് പിന്നാലെ തന്നെയാണ് ഈ ആത്മഹത്യ കൂടി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഈ സന്ദേശിനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ആ സന്ദേശിനൊപ്പമാണ് ചിന്നു പാപ്പു കഴിഞ്ഞ കുറെ കാലമായി താമസിച്ചിരുന്നത്. അവർ തമ്മിലുണ്ടായ തർക്കവും പ്രശ്നവുമാണ് ഈ ചിന്നു പാപ്പുവിന്റെ ജീവനൊടുക്കലിലേക്ക് നയിച്ചത് എന്ന ആരോപണമൊക്കെ ഈ ചിന്നു പാപ്പുവിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. അതെ, കുടുംബം ഇതിനു മുമ്പ് തന്നെ ഈ സന്ദേശ് എന്ന് പറയുന്ന ആൺ സുഹൃത്തിന് നേരെ രംഗത്ത് വന്നിരുന്നു. അതായത് ചിന്നു പാപ്പുവിൻ്റെ ആത്മഹത്യ കാരണം തന്നെ ഈ സന്ദേശ് എന്നാണ് കുടുംബം വിശ്വസിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സന്ദേശ് എന്ന് പറയുന്ന ഈ ആൺ സുഹൃത്തിന് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ചിന്നു പാപ്പുവിൻ്റെ ആത്മഹത്യയുമായിട്ട് ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ എന്തിന് ആത്മഹത്യ ചെയ്തു? അങ്ങനെയെങ്കിൽ ഇവരുടെ രണ്ടിൻ്റെ ആത്മഹത്യ മറ്റെന്തെങ്കിലും പറയാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്. ഇതിൽ പോലീസും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെ പോലീസ് പറയുന്നത് അതവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നാണ് മാധ്യമങ്ങളും പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആൺ സുഹൃത്തുക്കൾ ആരാണ്? അവരും അവരുടെ ആത്മഹത്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതല്ലേ? അവിടെയൊന്നും അന്വേഷണം മുന്നോട്ട് പോവാതെ ഈ സന്ദേശ് എന്ന് പറയുന്ന വ്യക്തിയെ കുടുംബക്കാരോടൊപ്പം വീട്ടിലേക്കാണ് അയച്ചത്. ഒരുപക്ഷെ ഇത്ര കടുത്ത മാനസിക സംഘർഷത്തിന് അടിമയായിരുന്നെങ്കിൽ അവനെ ഹോസ്പിറ്റലിലല്ല അഡ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്മിറ്റ് ചെയ്യാതെ വീട്ടിൽ തന്നെ കൊണ്ടുപോവുകയും ഇപ്പോൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ 2 പേരുടെ ആത്മഹത്യയിൽ
എന്തോ ദുരൂഹത ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരുമിച്ച് താമസിച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ പഴയ ബന്ധത്തെ ഓർത്താണ് ആത്മഹത്യ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെ കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. യഥാർത്ഥ കാരണത്തെ തേടിപ്പോവാതെ കാരണം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിൽ രേഷ്മയുടെ മരണവുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ സന്ദേശിനെ പോലീസ് അന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് അതേ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സന്ദേശിന് പങ്കില്ല എന്ന് കണ്ടതിനെ തുടർന്ന് അവരെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുമായിരുന്നു. അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. തുടക്കത്തിൽ ഈ സന്ദേശിന്റെ ഇവർ തമ്മിൽ വലിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കാം ആത്മഹത്യ എന്നായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ നിഗമനമെങ്കിൽ ഈ സന്ദേശിനെ കൃത്യമായി ചോദ്യം ചെയ്തതിൽ അങ്ങനെ ഒരു ആത്മഹത്യക്ക് ബന്ധമില്ല എന്ന് കണ്ടാണ് സന്ദേശിനെ വിട്ടയച്ചത്. പക്ഷേ ഈ രേഷ്മ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ രേഷ്മ മരണപ്പെട്ടതിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ് എന്ന് വേണം പറയാൻ. അത് പോലീസും അന്ന് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം അന്ന് സന്ദേശിനെ പറഞ്ഞേക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അങ്ങേയറ്റം വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സന്ദേശ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇവിടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമയായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലല്ലേ അഡ്മിറ്റ് ചെയ്യേണ്ടത്? അദ്ദേഹത്തെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് കൊണ്ടുപോവുകയല്ലേ വേണ്ടത്? ഇവിടെ അതൊന്നും ചെയ്യാതെ കുടുംബക്കാരോടൊപ്പം അയച്ചു. ഒരുപക്ഷെ രേഷ്മ ആത്മഹത്യ ചെയ്തതിനോടനുബന്ധിച്ച് കുറ്റബോധം കൊണ്ടായിരിക്കാം ഇദ്ദേഹം ആത്മഹത്യ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പറയാതെ പറയുന്നത് രേഷ്മയോട് എന്തെങ്കിലും കുറ്റം ചെയ്തതുപോലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? അതായത് കുറ്റബോധം കൊണ്ടാണ് മരിച്ചതെങ്കിൽ അപ്പോൾ ഈ വ്യക്തി കുറ്റം ചെയ്തിരുന്നോ? അറിയില്ല. എന്തൊക്കെയാണ് കാരണങ്ങൾ പറയുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. പക്ഷെ ഓർക്കണം, രണ്ടുപേരുടെ ആത്മഹത്യയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇത്രയും കടുത്ത മാനസിക സംഘർഷം ഉണ്ടാകാനുള്ള കാരണം മറ്റൊന്നും എടുത്തു പറയാനില്ലാത്തതുകൊണ്ടാണോ ഇതൊക്കെ പറയുന്നതെന്നും അറിയില്ല. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കുറേ ആൺസുഹൃത്തുക്കളുള്ള വ്യക്തിയാണ് ഈ രേഷ്മ എന്ന് പറയുന്നത്. പക്ഷേ ആ ആൺസുഹൃത്തുക്കളെ ഒന്നും രേഷ്മയുടെ മരണത്തിന് ശേഷം കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് മോർച്ചറിയിൽ കൊണ്ടുവച്ചപ്പോൾ പോലും അവിടെയൊക്കെ ബന്ധുക്കളല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഞാൻ ഏകദേശം 7-8 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള മൃതദേഹം വൈകുന്നേരം അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോവുകയും അവിടെ ഞാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ചിന്നു പാപ്പുവിന്റെ അതോടൊപ്പം തന്നെ സഹോദരന്മാര് പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മോർച്ചറിയുടെ നേരെ എതിർവശത്തായിട്ട് ഒരു ഇരിപ്പിടമുണ്ട്, അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് അത്രമാത്രം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസർ മരണപ്പെട്ടപ്പോൾ ആ മൃതദേഹം കാണാൻ മോർച്ചറിയിൽ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ആ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് മോർച്ചറിയിൽ ഉണ്ടായിരുന്നത് എണ്ണാൻ പറ്റുന്ന കുറച്ച് മനുഷ്യർ. നമുക്ക് പിന്തുണ തരാൻ, നമുക്ക് ലൈക്ക് തരാൻ, നമുക്ക് കമന്റ് ഇടാൻ ഒരുപാട് മനുഷ്യരുണ്ടാകാം. പക്ഷേ അവസാനം നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ ഒരു നോക്ക് നമ്മളെ കാണാൻ, നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എത്ര മനുഷ്യരുണ്ടാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിന്നുപാപ്പുവിന്റെ മൃതശരീരത്തിന്റെ അടുത്ത് ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ആ മോർച്ചറി പരിസരത്ത് നിന്ന ഒരാളെന്നുള്ള നിലക്ക് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ 1 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്നു, ഒരു നാട്ടുകാരെന്നുള്ള നിലക്ക്. ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാലും ചിലരുടെയൊക്കെ മരണത്തിന് ശേഷം ആരും കാണത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവർക്ക് നിറയെ ഫോളോവേഴ്സ് കാണും, പല കാര്യങ്ങളും കാണും. പക്ഷെ അതൊക്കെ ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതൊക്കെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥ ജീവിതത്തിൽ അവരൊന്നും കാണത്തില്ല എന്നുള്ളതിന് വ്യക്തമായുള്ള ഒരു എക്സാമ്പിളാണ് ഈ ചിന്നു പാപ്പുവിൻ്റെ ആത്മഹത്യ. അവിടെയൊക്കെ അപ്പോഴും ഈ ആത്മഹത്യയുടെ പിന്നിൽ സുഹൃത്തുക്കളാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ സന്ദേശം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ചിന്നു പാപ്പു റിലേഷൻ ആയതിനു ശേഷം പല യാത്രകളും നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇവർ എവിടേക്കാണ് പോയിരുന്നതെന്നോ അതിനുശേഷം ഇവർ തമ്മിൽ എന്താണ് വഴക്കിടാൻ കാരണമെന്നോ ഈ ആത്മഹത്യയിലേക്ക് ചിന്നു പാപ്പു പോകാൻ കാരണമായത് എന്താണെന്നോ ഒന്നും വ്യക്തതയില്ലാതെ മുൻബന്ധത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയിൽ ആദ്യം തന്നെ കുടുംബം, പ്രത്യേകിച്ച് ചിന്നു പാപ്പുവിന്റെ പിതാവ് ഉൾപ്പെടെ ആരോപിച്ചിരുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ചിന്നു പാപ്പു വിവാഹമോചനത്തിന് ശേഷം ഈ ആൺസുഹൃത്തായ സന്ദേശിനൊപ്പമാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും അവർ ഒരുമിച്ചാണ് യാത്ര ചെയ്യുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അവർ തമ്മിൽ സ്ഥിരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നതാണ് ആ കുടുംബം ആരോപിച്ചിരുന്നത്. ആ പ്രശ്നം മറ്റൊരു കാരണം ആത്മഹത്യക്ക് ഇല്ല എന്നതായിരുന്നു കുടുംബം പറഞ്ഞത്. അതിനുശേഷമാണ് പോലീസ് അതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി സന്ദേശിനെ കസ്റ്റഡിയിലെടുത്തി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, വിശദമായി തന്നെ ചോദ്യം ചെയ്തു. സന്ദേശിന്റെ ഫോൺ പരിശോധിച്ചു, ഇവർ തമ്മിലുള്ള ചാറ്റുകൾ, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം പരിശോധിച്ചു. പക്ഷെ അതിലൊന്നും
ആ ചിന്നുപ്പാപ്പുവിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ ഇടപെടൽ സന്ദേശിന്റെ ഭാഗത്തുണ്ടായി എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ മറ്റു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. ചിന്നുപ്പാപ്പു മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്നൊക്കെ സന്ദേശിനോട് ചോദിച്ചിരുന്നു. പക്ഷേ സന്ദേശ് അന്ന് പറഞ്ഞത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ ഘട്ടത്തിലൊക്കെ താൻ സമാധാനിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നതാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പിന്നീട് അതിൽ കൂടുതൽ സന്ദേശിന്റെ ഇടപെടലില്ല എന്ന് വ്യക്തമായതോടെ കസ്റ്റഡിയിൽ നിന്ന് ആ സന്ദേശിനെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ദിവസങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഈ ആൺസുഹൃത്ത് കൂടി. ഇവിടെ ഈ ആൺസുഹൃത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ചിന്നുപ്പാപ്പുവിനെ ഞാൻ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്, പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ സമാധാനിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന്. അങ്ങനെയെങ്കിൽ ആ സമാധാനിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണോ ചിന്നുപ്പാപ്പു മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയതും അവരെ പലരും കാണാനിടയായതും? അവിടെയൊക്കെ 2 ദിവസം മുമ്പ് വഴക്കുണ്ടായെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ വഴക്കിന് കാരണം എന്താണ്? ഇനി മറ്റാരെങ്കിലും ആണോ അവിടെ വഴക്കുണ്ടാക്കിയത്? കാരണം അവിടെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. പ്രശ്നമുണ്ടായപ്പോൾ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ആൺസുഹൃത്ത് നിരപരാധിയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായ വഴക്കിന് കാരണം ഈ ആൺസുഹൃത്തായിരുന്നു എന്ന് വേണം കരുതാൻ. അവിടെ ആ വഴക്കുണ്ടായത് ഇവർ തമ്മിലാണോ അതോ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ എന്നും കൂടി അറിയേണ്ടതുണ്ട്. കാരണം വാർത്താമാധ്യമങ്ങളെല്ലാം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മറ്റ് ആൺസുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം അതൊരു കാരണമാണ് ഇവരുടെ വഴക്കിനെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് സന്ദേശ് എന്ന് പറയുന്ന ആൺസുഹൃത്തിൻ്റെ വെറും സംശയം മാത്രമായിരുന്നോ എന്നും അറിയേണ്ടതുണ്ട്. കാരണം ഈ സന്ദേശ് എന്ന് പറയുന്ന വ്യക്തിയാണ് ചിന്നുപ്പാപ്പുവിൻ്റെ ആത്മഹത്യ കാരണമെന്ന് പറയുന്നത് ചിന്നുപ്പാപ്പുവിൻ്റെ കുടുംബം തന്നെയാണ്. ഇനി അഥവാ ഈ വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് തങ്ങളുടെ മകൾ മരിച്ചതെന്നുള്ള കാരണമെങ്കിലും ആ കുടുംബത്തിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അതിലിപ്പോൾ ഒരാളുടെ മാത്രം ആത്മഹത്യയല്ല, 2 പേരുടെ ആത്മഹത്യയാണ് നടന്നതെന്നും ഓർക്കേണ്ടതാണ്. ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം കാസർഗോഡ് ഈ ചിന്നുപ്പാപ്പു എന്ന് വിളിക്കുന്ന വ്ളോഗർ രേഷ്മ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വന്തം താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത്. അതിനുശേഷം ഈ രേഷ്മയോടൊപ്പം താമസിച്ചിരുന്ന കൂട്ടുകാരനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കാസർഗോഡ് മന്നിപ്പാടി സ്വദേശി സന്ദേശ് 20 വയസ്സ്. പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റമൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഈ രേഷ്മ മരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു ഇയാൾ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കാണ് സ്വന്തം വീട്ടിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉളിയത്തടുക്കയിലെ വാടക വീട്ടിലാണ് രേഷ്മയും ഈ സന്ദേശം ഒരുമിച്ച് താമസിച്ചിരുന്നത്. നേരത്തെ രേഷ്മ വിവാഹിതയായിരുന്നു, ഒരു കുട്ടിയുണ്ട്. അതിനുശേഷമാണ് ആ വിവാഹമോചനത്തിന് ശേഷമാണ് ഇപ്പോൾ സന്ദേശിനോട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ഈ പോലീസ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു സന്ദേശ് ഈ രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട്. അന്ന് പോലീസ് കണ്ടെത്തിയത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ മാത്രമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സന്ദേശിന്റെ ഫോണും രേഷ്മയുടെ ഫോണും ഒക്കെ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം വിശദമായ അന്വേഷണത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ ഇനി ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിനു ശേഷം തന്നെ മാതാപിതാക്കളോടൊപ്പമാണ് സന്ദേശിനെ അന്ന് പറഞ്ഞയച്ചത്. ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിനു ശേഷം തന്നെ മാതാപിതാക്കളോടൊപ്പമാണ് സന്ദേശിനെ അന്ന് പറഞ്ഞയച്ചിരുന്നത്. കാരണം അന്ന് തന്നെ ഈ രേഷ്മ മരിച്ചതിലുള്ള ഒരു ദുഃഖം വലിയൊരു മാനസിക ആഘാതത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും വിശദമായി തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും ഇവിടെയൊക്കെ ചിന്നുപ്പാപ്പുവിൻ്റെ പല വീഡിയോകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മരണത്തിന് തൊട്ടു മുമ്പും അല്ലെങ്കിൽ ആത്മഹത്യക്ക് തൊട്ടു മുമ്പും വളരെ സന്തോഷവതിയായിരുന്നു. അവിടെ പലരും പറയുന്നൊരു കാരണമുണ്ട്, പല ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അവരുടെ റിയൽ ലൈഫിൽ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നെങ്കിലും അവിടെ യഥാർത്ഥ ജീവിതത്തിൽ പലരും പല ദുഃഖത്തിലുമായിരിക്കും, വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയായിരിക്കും അവർ കടന്നു പോകുന്നതെന്നും പറയുന്നുണ്ട്. ആ രീതിയിലാണെങ്കിൽ ചിന്നുപ്പാപ്പുവും അതേ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം കടന്നു പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദുഃഖങ്ങളും മനസ്സിലൊതുക്കി തൻ്റെ ഫോളോവേഴ്സിന് മുന്നിൽ ചിരിച്ചും കളിച്ചുമായിരുന്നു നിന്നിരുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തതും അതുപോലെ തന്നെ തൻ്റെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തതും. അതുകൊണ്ട് തന്നെയായിരിക്കും പല കാര്യങ്ങളും മറച്ചു വെച്ച് ഫോളോവേഴ്സിന് മുന്നിൽ വന്നത്. ഇനി അഥവാ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ചിന്നുപ്പാപ്പുവിന് റിയൽ ലൈഫിലും പ്രശ്നങ്ങളില്ല എന്ന് കരുതുന്നവരുമുണ്ട്. ഒരു പ്രശ്നവുമില്ലായിരുന്നു, തലേ ദിവസം വരെ ഒരു പ്രശ്നവും ഉണ്ടായതായിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന സുഹൃത്തുക്കളുമുണ്ട്. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളോട് പോലും പറയാൻ പറ്റാത്ത എന്തൊക്കെയോ വിഷമമുണ്ട്. അതൊരു പക്ഷേ ആൺസുഹൃത്തുമായുള്ള തൻ്റെ പ്രശ്നങ്ങളല്ല, അതിലപ്പുറം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അറിയേണ്ടത് ആവശ്യമാണ്. അതിൽ പലരും പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോഴത്തെ MDMAയും അതുപോലെ തന്നെ രാസലഹരി വസ്തുക്കളും ഇതിൽ കാരണമായിട്ടുണ്ടോ എന്നും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതും ഇതിനോടൊപ്പം തന്നെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്.
ഇപ്പോൾ പോലീസ് വിശദമായ ഒരു പരിശോധന സന്ദേശിന്റെ മുറിയിലും മറ്റും നടത്തുന്നുണ്ട്. എന്തായാലും രേഷ്മ ഇങ്ങനെ ഒരു വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കുറെ നാളുകളായി എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നു. അതായത് ഭർത്താവ് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭർത്താവ് രേഷ്മയെ ഉപേക്ഷിച്ച് മറ്റൊരു യുവതിക്കൊപ്പം, അതായത് വിവാഹം കഴിഞ്ഞ മറ്റൊരു യുവതിക്കൊപ്പം പോവുകയും അത് രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിനിടയാക്കിയിരുന്നു. പക്ഷെ അതാരോടും രേഷ്മ പങ്കുവെച്ചിരുന്നില്ല, സ്വന്തം കുടുംബത്തോട് പോലും പങ്കുവെച്ചിരുന്നില്ല. അതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ സന്ദേശവുമായി ഒരുമിച്ച് ഈ ഉള്ളിത്തടുക്കയിൽ ഉള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോഴും ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് അയൽവാസികളൊക്കെ അത്തരത്തിലുള്ള മൊഴി നൽകിയിരുന്നു. പക്ഷേ അത് രേഷ്മയെ ആത്മഹത്യ ചെയ്യാനിടയായത് അങ്ങനെ ഒരു ഇവർ തമ്മിലുള്ള വഴക്കല്ല എന്ന് അത് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് സന്ദേശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം പറഞ്ഞേക്കുന്ന സാഹചര്യം. പക്ഷേ അപ്പോഴും സന്ദേശ് ഈ പോലീസ് സ്റ്റേഷനിൽ പോലും നമ്മോട് പോലീസുകാർ വ്യക്തമാക്കിയത് ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറായിരുന്നില്ല. അത്രത്തോളം മാനസിക വിഷമത്തിലായിരുന്നു രേഷ്മ ഇനി ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് എന്നാണ്. ഒരു പെയിന്റിംഗ് തൊഴിലാളി കൂടിയാണ് ഈ സന്ദേശ്. അങ്ങനെ അവസാനമായി രേഷ്മയുടെ മൃതദേഹം ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇയാളെ ഭക്ഷണം കഴിച്ചാൽ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കരുതെന്നാണ് പോലീസ് നമ്മോട് അന്ന് പങ്കുവച്ചിട്ടുണ്ടായത്. അങ്ങനെ അവസാനമായി മോർച്ചറിയിലേക്ക് പോലീസ് ഈ സന്ദേശിനെ കൊണ്ടുപോവുകയും അവസാനമായി രേഷ്മയുടെ മൃതദേഹം ഒന്ന് കാണിക്കുന്ന സാഹചര്യം വരാനുണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണിക്കേണ്ടതായിരുന്നു. ഇത്ര കടുത്ത മാനസിക സംഘർഷമുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് വീട്ടുകാരുടെ കൂടെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ ആ വീട്ടുകാരെന്തുകൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചില്ല, അതും ഒരു ചോദ്യമാണ്. അവിടെയൊക്കെ ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തതുപോലെയും തോന്നി. കാരണം ഈ സന്ദേശ് എന്ന് പറയുന്ന ആൺസുഹൃത്തിൻ്റെ വീട്ടുകാരെ വിളിച്ചാണ് ഈ സന്ദേശിനെ അവരുടെ കൂടെ വിട്ടത്. അങ്ങനെയെങ്കിൽ അത്രയും സീരിയസ് ആയിരിക്കണം ആ ആൺസുഹൃത്തിൻ്റെ അവസ്ഥ. പക്ഷെ അത് വീട്ടുകാർ അത്രയും കാര്യത്തിൽ എടുക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ മാനസിക സംഘർഷത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. ഇനി അഥവാ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും അറിയില്ല. അവിടെയൊക്കെ എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറയുന്നത് മുൻ ഭർത്താവ് മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോയതിൻ്റെ ഫലമായിട്ടുണ്ടായ മാനസിക പ്രശ്നം എന്നാണ് പറയുന്നത്. അതാണ് ചിന്നു പാപ്പുവിൻ്റെ കാരണമെങ്കിൽ എന്തായിരിക്കും ആ റിലേഷൻ തകരാനുള്ള കാരണം? അതും അന്വേഷിക്കേണ്ടതല്ലേ. അവിടെയും ഈ പല ആൺസുഹൃത്തുക്കളുടെയും ഇടപെടൽ ഉണ്ടായിരുന്നോ? ആ വിവാഹ ജീവിതത്തിൽ എന്താണ് കുഴപ്പമുണ്ടായത്? അതും പോലീസ് അന്വേഷിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം പോലീസ് തന്നെ പറയുന്നത് പഴയ ബന്ധം വേർപെട്ട് പോയതിൻ്റെ ഫലമായിട്ടുണ്ടായ മാനസിക സംഘർഷമെന്നാണ്. അങ്ങനെയെങ്കിൽ പഴയ ഭർത്താവിനെയും ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്താണ് ചിന്നു പാപ്പുവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണുമായിട്ട് പോകാനുള്ള കാരണം? അതിനെന്തെങ്കിലും മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ? അതും അവർക്കൊരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ആ കുട്ടിയെ ഉപേക്ഷിച്ചുകൂടിയാണ് അദ്ദേഹം പോയത്. അവിടെയൊക്കെ സംശയങ്ങളിൽ വഴിവിട്ട ബന്ധത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് വാർത്തകൾ പറയുന്നത്. അതിലിനി എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല. പല വാർത്തകളിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനുശേഷം സന്ദേശിന്റെ മാനസികാവസ്ഥ വളരെ മോശമാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് രക്ഷിതാക്കളെ വിളിച്ച് കൃത്യമായി പറഞ്ഞ് സന്ദേശിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞേക്കുന്ന സാഹചര്യം പോലീസിനുണ്ടായത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സംശയം തന്നെ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് സന്ദേശ് നീങ്ങിയിരുന്നു. ഈ ചിന്നു പാപ്പു എന്ന് പറയുന്ന രേഷ്മയുടെ ആത്മഹത്യയോടുകൂടി അവർ കഴിഞ്ഞ ഒരു 2-3 മാസമേ ആയുള്ളൂ കാസർഗോഡ് ഈ ക്വാർട്ടേഴ്സിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. രേഷ്മയുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു ഈ ബന്ധം. അച്ഛനും അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായത്. കാരണം അന്ന് വീട്ടിൽ 24-ാം തീയതി ഏറ്റവും ഒടുവിലായി രേഷ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, സന്ദേശത്തിന് കൂടെ ഇറങ്ങിയതാണ്. ഇവിടെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. ഈ ജോലി ആവശ്യം മറ്റും ഉള്ളതുകൊണ്ട് തന്നെ മകനെ, ഈ രേഷ്മയുടെ 4 വയസ്സുള്ള മകനെ അന്ന് പിതാവിനൊപ്പം നിർത്തിയായിരുന്നു, പിതാവിനൊപ്പം തങ്ങിയായിരുന്നു ഇവർ ഈ ക്വാർട്ടേഴ്സിലേക്ക് വന്നിരുന്നത്. ഇവിടെയൊക്കെ ആ കുട്ടിയെക്കുറിച്ച് പോലും ആരും ഓർത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് അച്ഛൻ മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് ഒളിച്ചോടി, അമ്മ ഇപ്പോൾ പുതിയൊരു ആൺസുഹൃത്തുമായി ജീവിതം ആരംഭിച്ചു, അതിനുശേഷം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അവിടെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടിയുടെ അച്ഛനും മരിച്ചു, അതുപോലെ തന്നെ അമ്മയും മരിച്ചു. ഇനി ആ കുട്ടിയെ നോക്കേണ്ടത് ചിന്നു പാപ്പുവിൻ്റെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ പല എടുത്തിയാട്ടങ്ങളും ആലോചിക്കാനുള്ള പല പ്രവൃത്തികളും കാരണമുണ്ടാകുന്നത് ഒരു മകളെ പെറ്റ് വളർത്തി ഇത്രയും ആക്കിയതിനു ശേഷം വീണ്ടും ആ മകളുടെ കുട്ടിയെ കൂടി വളർത്തിയെടുക്കുക എന്നുള്ളത് വലിയ കഷ്ടപ്പാട് തന്നെയാണ്. ഇനി എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ അതിനെ അനുവദിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇനി ആ കുട്ടിയുടെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കഥ ഇതുപോലൊക്കെ തന്നെയാണെന്നാണ് പലരും ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. യഥാർത്ഥത്തെ മറക്കാനുള്ള ആയുധമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇത് 2 പേരുടെ ആത്മഹത്യയിലേക്കാണ് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. ഇനി എന്താണ് കാരണമെന്ന് പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ. കുടുംബം ദുരൂഹതകൾ ആരോപിക്കുന്നത് കൊണ്ട് തന്നെ കേസിൽ വ്യക്തമായുള്ള കാരണം ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.